പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ പാടിയതുപോലെ ഉലകവും അതിനൂടെ ബഹളങ്ങളും നശിച്ചു പോകുമെന്നാൽ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളും കർത്താവിൻ്റെ വചനവും അവിടുന്നും ഒരിക്കലും മാറാതെ നിലനിൽക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയിലും മാറിപ്പോകാത്ത എന്നേക്കുമായി നിലനിൽക്കുന്ന അവിടുത്തെ തിരുവചനങ്ങൾ കേൾക്കുവാനും അതിൽ രസിക്കുവാനും സന്തോഷിക്കുവാനും ഒക്കെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശു കർത്താവിൻ്റെ തുല്യമായ നാമത്തിൽ വീണ്ടും ഈ രാത്രിയിൽ സന്ധ്യാവന്ദനം അറിയിക്കുകയാണ്. ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ ക്ലാസ് ഒരു ചെറിയൊരു ഇടവേള എടുക്കുകയാണ്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ഈ വരുന്ന ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് ഒരു 1.5 മാസത്തെ പ്രവർത്തനങ്ങൾക്കായിട്ട് രാജസ്ഥാനിലേക്ക് കടന്നു പോവുകയാണ്. ഞങ്ങൾ കുടുംബമായിട്ടാണ് കടന്നു പോകുന്നത്. ദൈവമക്കളുടെ വിലയേറിയ പ്രാർത്ഥന അതിൻ്റെ പിന്നിൽ ആവശ്യമായിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമെന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുകയാണ്. അവിടെയുള്ള തദ്ദേശീയരായ സഹോദരന്മാരോട് ചേർന്ന് 3-4 ദിവസം വീതം ഓരോരുത്തരുടെ കൂടെ ഗ്രാമങ്ങളിലെ പ്രവർത്തനങ്ങളിലും അതുപോലെ സഭാ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് സാധാരണ ചെയ്തു വരുന്നത്. ദൈവമക്കൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഇബ്രാഹിം ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷയിൽ ശ്രേഷ്ഠനാണ് എന്നുള്ള ഹെഡിങ്ങിലാണ്, ശീർഷകത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കർത്താവ് താൻ ശുശ്രൂഷയിൽ ശ്രേഷ്ഠനായിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അവിടുന്ന് ശ്രേഷ്ഠമായ മന്ദിരത്തിലാണ് ശുശ്രൂഷിക്കുന്നത്. 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. ആ പുരോഹിതന്മാരെല്ലാം ലൗകികമായ മനുഷ്യനിർമ്മിതമായ അല്ലെങ്കിൽ വാസ്തവമായതിൻ്റെ പ്രതിബിംബത്തിലായിരുന്നു ശുശ്രൂഷിച്ചത്. എന്നാൽ നമ്മുടെ കർത്താവ് വാസ്തവമായ എവിടെയാണോ ദൈവത്തിൻ്റെ സാന്നിധ്യം യഥാർത്ഥമായിട്ടുള്ളത്, ദൈവം വസിക്കുന്നത്, അവിടെ തന്നെ താൻ നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നു എന്നുള്ളത് താൻ ശുശ്രൂഷയിൽ ശ്രേഷ്ഠനായിരിക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമാണ്. രണ്ടാമത്തെ കാരണം 8-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഓർത്തു. കർത്താവ് ശ്രേഷ്ഠമായൊരു നിയമത്തിൽ മേലാണ് താൻ ശുശ്രൂഷിക്കുന്നത്. അവിടെ നമ്മൾ ആ വാക്ക്, അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിതമായ നിയമത്തിന് വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിന്മേൽ സ്ഥാപിതമായ നിയമത്തിൻ്റെ മധ്യസ്ഥനാകൊണ്ട് വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. വിശേഷതയേറിയ ശുശ്രൂഷ പ്രാപിച്ചിരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ ചെയ്യുന്നതിൻ്റെ കാരണം വിശേഷമായ നിയമത്തിലാണ്. നാം പുതിയ നിയമം എന്ന് പറയുന്നത് ദൈവം മനുഷ്യവർഗത്തിന് നിരുപാധികമായി നൽകിയിരിക്കുന്ന കൃപയുമേൽ സ്ഥാപിക്കപ്പെട്ട നിയമമാണ്. ആ നിയമത്തിലാണ് നമ്മുടെ കർത്താവ് ശുശ്രൂഷിക്കുന്നത്. മൂന്നാമത്തെ കാരണമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത്. അവിടുന്ന് ആ പുരോഹിതന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷയാണ് കർത്താവ് നിവർത്തിച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം അതിൻ്റെ 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിലാണ് കാണുന്നത്. അതിൻ്റെ 11 വരെയുള്ള വാക്യങ്ങൾ, 10 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നാം ധ്യാനിക്കുകയുണ്ടായി. ഒന്നാമത്തെ നിയമത്തിന് 9-ാം അധ്യായത്തിന് 1-ാം വാക്യം, എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. പഴയ നിയമത്തിലെ ആരാധന സമാഗമന കൂടാരത്തിലും, ആദ്യം സമാഗമന കൂടാരത്തിലും പിന്നീട് ജെറുസലേം ദേവാലയത്തിലുമായിരുന്നു. ദാവീദിൻ്റെ മകനായ ശലോമോനാണ് സമാഗമന കൂടാരത്തിന് പകരമായിട്ട് ദാവീദ് പ്ലാൻ ചെയ്തതുപോലെ ഒരു ദേവാലയം പണിതത്. അപ്പോൾ ആ 2 സ്ഥലത്തായിരുന്നു അവർ ആരാധനയും ശുശ്രൂഷകളൊക്കെ ചെയ്തു പോന്നിരുന്നത്. അതിൻ്റെ പണി എന്ന് പറയുന്ന അവിടെ തന്നെ പറയുന്നുണ്ട്, ആദ്യ നിയമത്തിനുള്ള ആരാധനയ്ക്ക് ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. അതിന് 3 ഭാഗങ്ങളുണ്ടായിരുന്നു. 2 ഭാഗങ്ങളെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ ഭാഗം പ്രാകാരമായിരുന്നു. അവിടെ സാധാരണക്കാരായ മനുഷ്യർക്ക് കടന്നു വരാം. അവിടെ ആ സാധാരണക്കാരൻ എന്നുള്ളതിന് ഈ ഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ആരാധനക്കാരൻ, വഴിപാട് അർപ്പിക്കുന്നവൻ, അവന് ആ പ്രാകാരം വരെ കടന്നു വരാനായിട്ട് സാധിക്കും. എന്നാൽ ആദ്യത്തെ ഭാഗത്ത് അത് തിരുനിവാസം എന്ന് പറയുന്ന ആ സാങ്ച്വറിയിൽ ആ മൂടുവിരി കൊണ്ട് മറച്ചിരിക്കുന്ന ആ തിരുനിവാസത്തെ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 2ആയി തിരിച്ചിരിക്കുന്നതിൽ ആദ്യത്തെ ഭാഗത്ത്
അവിടെ പറഞ്ഞിട്ടുണ്ട് നിത്യം 6-ാമത്തെ വാക്യത്തിൽ ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ ചെയ്യും. സാധാരണ പുരോഹിതന്മാർ എല്ലാ ദിവസവും ആ തിരുനിവാസത്തിലെ ആദ്യത്തെ ഭാഗത്ത് വിശുദ്ധ സ്ഥലത്ത് എന്ന് ശുശ്രൂഷ ചെയ്യുകയാണ്. എന്നാൽ രണ്ടാമത്തേതിൽ 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മാത്രം മഹാപുരോഹിതൻ ജനത്തിൻ്റെയും പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി രക്തത്തോടുകൂടെ അവിടേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്പോൾ ആ രണ്ടാം ഭാഗം എന്ന് പറയുന്നത് അതിവിശുദ്ധ സ്ഥലമാണ്, അതിപരിശുദ്ധ സ്ഥലമാണ്. ആ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രമാണ് ചെല്ലുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത്. കെരൂബുകളിന്മേൽ വസിക്കുന്ന യഹോവയുടെ പെട്ടകമുള്ള, നിയമപ്പെട്ടകമുള്ള, സാക്ഷ്യപ്പെട്ടകമുള്ള അവിടെയാണ് ദൈവം അവരോട് അവിടെ നിന്ന് അരുളി ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടേക്ക് ചെല്ലാനായിട്ട് മഹാപുരോഹിതന് മാത്രം വർഷത്തിലൊരിക്കലേ കഴിയുകയുള്ളൂ. അങ്ങനെ വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ ജനം എവിടെയാണ് നിൽക്കുന്നത്? പ്രാകാരത്തിലാണ് നിൽക്കുന്നത്. പ്രാകാരത്തിൽ നിൽക്കുന്ന ജനത്തിന് ഒരിക്കലും അതിവിശുദ്ധ സ്ഥലത്ത്, പരിശുദ്ധ സ്ഥലത്തേക്ക് തങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി രക്തവുമായി കടന്നു പോയിരിക്കുന്ന മഹാപുരോഹിതൻ ചെയ്യുന്ന യാതൊരു ശുശ്രൂഷ കാണുവാനോ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാനോ അവർക്ക് ഒരിക്കലും കഴിയുകയില്ല. അതുകൊണ്ടാണ് 9-ാം വാക്യത്തിൽ 8-9 വാക്യങ്ങൾ മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്കൊരു സാദൃശ്യമത്രേ. അതിനൊത്തവണ്ണം ആരാധനക്കാരന് മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാട് യാഗങ്ങളും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡീക നിയമങ്ങളത്രേ. അപ്പം മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല. ഈ വിശുദ്ധ സ്ഥലം ഉള്ളതുകൊണ്ട് അതിപരിശുദ്ധ സ്ഥലം കാണുവാനായിട്ട് ഒരിക്കലും സാധാരണക്കാരന് അല്ലെങ്കിൽ ആരാധനക്കാരന് കഴിയില്ല. അപ്പോൾ അതൊരു സാദൃശ്യമാണ്, ഈ കാലത്തേക്കൊരു സാദൃശ്യമാണ്. എന്താണ് സാദൃശ്യം? ജഡീകമായ നിയമങ്ങൾ, സ്നാനങ്ങളും ശുദ്ധീകരണ നിയമങ്ങളും യാഗങ്ങളും വഴിപാടുകളും ദിനേനയുള്ള കർമ്മപൂരിതമായിരിക്കുന്ന കർമ്മത്താൽ ദൈവത്തിങ്കിലേക്ക് അടുക്കുന്ന ആ ഒരു വ്യവസ്ഥയാണ് മനുഷ്യനും ദൈവത്തിനും തമ്മിൽ നടുവിൽ നിൽക്കുന്ന, ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും നടുവിൽ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാതെ നിൽക്കുന്നത് ഈ മുൻകൂടാരമാണ്. എന്ന് പറഞ്ഞാൽ മുൻകൂടാരം എന്താണ്? അവിടെയാണ് ദിനം പ്രതി എന്ത് കിടക്കുന്നത്? ശുശ്രൂഷകൾ നടക്കുന്നത്. അത് ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമാണ്. ദൈവത്തിങ്കിലേക്ക് വരുവാൻ, യഥാർത്ഥമായ ദൈവ സാന്നിധ്യത്തിലേക്ക് വരുവാൻ മനുഷ്യന് എന്തുകൊണ്ട് കഴിയുന്നില്ല? മനുഷ്യൻ കർമ്മത്തിൽ ആശ്രയിക്കുന്നു. അന്നും ഇന്നും മനുഷ്യൻ സ്വയപ്രയത്നത്താൽ ദൈവസാന്നിധ്യത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി അവന് അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് അവിടെ പറയുന്നത് ആരാധനക്കാരൻ്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത അതേ യാഗങ്ങൾ അർപ്പിക്കുന്നു. അത് നമ്മൾ ചോദിക്കുകയാണ്, അല്ല കഴിഞ്ഞ ആഴ്ചയിൽ ദിവ്യബലി അർപ്പിച്ചല്ലോ, കുർബാന അർപ്പിച്ചല്ലോ, നിന്റെ പാപങ്ങൾക്ക് പരിഹാരം കിട്ടിയോ? ദൈവം നിന്നിൽ സംപ്രീതനായോ? നീ മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ? നിന്നോട് കൂടെ ദൈവം നിന്നിൽ പ്രസാദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യാതൊരു ഉറപ്പും ഇല്ല. ആരാധനക്കാരൻ്റെ മനസ്സാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്താൻ കഴിയാത്ത അതേ യാഗങ്ങളാണ് അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, രണ്ടാമത്തെ ഭാഗത്തിൽ പറയുന്നത് സ്വർഗീയമായ മന്ദിരത്തിലെ ഒരു സമ്പൂർണമായ ശുശ്രൂഷ നിനക്ക് വേണ്ടി നിവർത്തിച്ചിരിക്കുകയാണ്. യഹൂദ വിശ്വാസികൾക്ക് മനസ്സിലൊരു സങ്കോചം, ഇവിടെ ആ തരത്തിലുള്ള മന്ദിരമില്ലല്ലോ, ലൗകികമായൊരു മന്ദിരമില്ല. നമ്മൾ സുവിശേഷമൊക്കെ പറയാനായിട്ട് ചെല്ലുമ്പോൾ ആളുകൾ ചോദിക്കുന്നത്, നിങ്ങളുടെ പള്ളി എവിടെയാണ്? അല്ല, ഞങ്ങൾക്ക് അങ്ങനെ പള്ളി ഒന്നും ഇല്ല. അപ്പോൾ ആളുകൾക്ക് സുവിശേഷ സത്യങ്ങൾ മനസ്സിലായാലും അവർക്ക് വേർപെട്ട് വരുവാൻ, സുവിശേഷ സത്യങ്ങളെ യഥാവിധി അംഗീകരിക്കാൻ, വിശ്വസിച്ച് ഏറ്റുപറയുവാനുള്ള തടസ്സങ്ങളിൽ ഒരു തടസ്സമാണെന്ത്? അനേക തടസ്സങ്ങളിൽ ഇവിടെ ആരില്ല? പുരോഹിതന്മാർ ഇല്ല. ഇവിടെ എന്തില്ല? മന്ദിരം ഇല്ല. തിരശ്ശീലയൊക്കെ ഇട്ട അൽമേനിയെയും തിരുമേനിയും തമ്മിൽ
വേർതിരിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും ഒരുപോലെ ഇരിക്കുന്നു, എല്ലാവരും വന്നു കൈയടിച്ച് പാട്ട് പാടുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രത്യേകമായ ജനത്തിനു വേണ്ടി പ്രത്യേകമായൊരു ശുശ്രൂഷ അവിടെ അർപ്പിക്കപ്പെടുന്നില്ല. യഹൂദ വിശ്വാസികളോട് പറയുകയാണ്, ക്രിസ്തുവോ, 11 വാക്യം ആരംഭിക്കുകയാണ്, ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ പ്രവേശിച്ച് ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെ രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ക്രിസ്തുവോ, ആ മഹാപുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് പ്രവേശനമില്ല. അവർക്കൊരിക്കലും നിങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കാൻ കഴിയുകയില്ല. 10-ാം അധ്യായം ഇതിൻ്റെ തുടർച്ചയായി പറയുന്നുണ്ട്. 10-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. 10-ാം വാക്യം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ആ ഇഷ്ടത്തിൽ യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏതു പുരോഹിതനും 11-ാം വാക്യം, ഏതു പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളകറ്റാൻ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. പാപങ്ങളകറ്റാൻ കഴിയാത്ത അതേ യാഗങ്ങൾ കൂടെ കൂടെ അർപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്ത ലൗകിക, 1-ാം വാക്യം പറയുന്നത് എന്താണ്? ലൗകികമായൊരു മന്ദിരമുണ്ടായിരുന്നു. ആദ്യ നിയമത്തിന് ചട്ടങ്ങളും ലൗകികമായ മന്ദിരമുണ്ടായിരുന്നു. അഴിഞ്ഞു പോകുന്ന മന്ദിരം, അത് സ്വർണം കൊണ്ടോ വെള്ളി കൊണ്ടോ രത്നങ്ങൾ കൊണ്ടോ നിർമ്മിച്ചോട്ടെ, ഒരു കാര്യമില്ല, അത് അഴിഞ്ഞു പോകുന്ന മന്ദിരമാണ്. എന്നാൽ ഒരു അലൗകികമായ മന്ദിരത്തിലല്ല, ദൈവം താൻ തന്നെ വസിക്കുന്ന ഇടത്തിലേക്ക്. അതാണ് അവിടെ പറയുന്ന 12-ാം വാക്യത്തിൽ, ആ വലിപ്പവും ഈ സൃഷ്ടിയിൽ കൈപ്പണിയല്ലാത്തത് എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതും വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി പ്രവേശിച്ചു. എങ്ങനെ പ്രവേശിച്ചു? ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ്, വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ എവിടേക്കാ? സ്വർഗത്തിലേക്ക്. അത് 24-ാമത്തെ വാക്യത്തിലുണ്ട്. ക്രിസ്തു വായിച്ചാട്ട മനെ ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല. മോശെ ബസലേലിനെ കൊണ്ടും അവരുടെ കൂട്ടരെ കൊണ്ടും നിർമ്മിച്ച സമാഗമന കൂടാരമാകുന്ന കൈപ്പണിയായതിലേക്കല്ല, അല്ലെങ്കിൽ ശലോമോൻ ഒത്തിരി നിപുണരായ ആളുകളെ കൊണ്ടും താൻ ദൂരദേശത്ത് നിന്ന് കൊണ്ടുവന്ന മനോഹരമായിരിക്കുന്ന കല്ലുകളും അതുപോലെ മരങ്ങൾ കൊണ്ടുമൊക്കെ നിർമ്മിച്ച ആ ജെറുസലേം ദേവാലയത്തിലേക്കല്ല. പിന്നെ ആ വാസ്തവമായതിൽ തന്നെ ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം തന്നെ ഉണ്ടാക്കുവാൻ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക, മോശ പറഞ്ഞു. ആ കാണിച്ചു കൊടുത്ത വാസ്തവമായ ആലയത്തിലേക്ക് തന്നെയാണ് ആര് പ്രവേശിച്ചത്? ആർക്ക് വേണ്ടിയാ? അവിടെ പറയുന്നുണ്ടല്ലോ, നമുക്ക് വേണ്ടി, അല്ലേ? 24 അങ്ങനെയാണ് പറയുന്നത്. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ നമുക്ക് വേണ്ടി പ്രവേശിച്ചു. യേശു കർത്താവ് അങ്ങോട്ട് പ്രവേശിച്ചു. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. സ്തോത്രം. എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തങ്ങൾക്ക് മനുഷ്യൻ്റെ പാപങ്ങൾ നീക്കുവാൻ കഴിയുന്നതല്ല. 10-ാം അധ്യായം 4-ാം വാക്യം. കഴിയില്ല. അതുകൊണ്ട് യേശു കർത്താവ് സ്വന്തം രക്തത്താൽ തന്നെ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി സാധിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ഒരിക്കലായിട്ട്, അത് താഴെ മുന്നോട്ട് പോകുമ്പോൾ നമുക്കത് ചിന്തിക്കാം. ഒരിക്കലായി പ്രവേശിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഒരിക്കൽ എന്നേക്കും. ഇനി ഈ 9-10 അധ്യായങ്ങളിൽ ആവർത്തിച്ചു വരുന്ന ഒരു വാക്കാണ്. അതായത് യഹൂദ വിശ്വാസികൾ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഇവിടെ അങ്ങനെ ജനത്തിന് വേണ്ടി യാതൊരു കർമ്മങ്ങളൊന്നും കാണുന്നില്ലല്ലോ. മനുഷ്യൻ പാപിയല്ലേ, മനുഷ്യൻ പാപം ചെയ്യില്ലേ, മനുഷ്യന് പാപം ഉണ്ടല്ലോ. അപ്പോൾ അതിന് യാതൊരു കർമ്മങ്ങളും ഇവിടെ കാണുന്നില്ലല്ലോ.
ഇവിടെ ഒരു പുരോഹിതനല്ലോ. നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി ആ നിലയിൽ ദൈവത്തോട് ചോദിക്കുവാനും ആ കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധീകരണം വരുത്തുവാൻ ആരും കാണുന്നില്ലല്ലോ. അതിനുള്ള ഉത്തരവാണ്. അങ്ങനെ എന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. എന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഒരിക്കൽ എന്നേക്കുമായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഓ സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ശ്രേഷ്ഠത എന്ന് പറയുന്നത് അവിടുന്ന് ഒരിക്കൽ എന്നേക്കുമായിട്ട് ആ വീണ്ടെടുപ്പ് നമുക്ക് വേണ്ടി സാധിപ്പിച്ചു. പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിലും മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ പിൻകൂടാരത്തിൽ അല്ലെങ്കിൽ രണ്ടാമത്തേതിൽ അതിവിശുദ്ധ മന്ദിരത്തിൽ ശുശ്രൂഷിക്കുമ്പോൾ യേശു കർത്താവ് ഒരിക്കൽ എന്നേക്കുമായിട്ട് ഈ മഹാപുരോഹിതൻ ആണ്ടിൽ ഒരിക്കലെന്ന് പറയുമ്പോൾ ഈ വർഷം പ്രവേശിച്ചു, അപ്പൻ്റെ ആണ്ട് നടത്തണം. എന്ന് നടത്തണം? എല്ലാ ആണ്ടും നടത്തണം. അപ്പം നമ്മൾ ചോദിക്കുക, അതിപ്പോൾ 10 വർഷം ആണ്ട് നടത്തിയല്ലോ. ഇപ്പം എന്തായി സ്ഥിതി? അപ്പം എന്ത് പറയും? പുരോഹിതൻ എന്ത് പറയും? അത് ആയിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ചെമ്മണാമ്പതിയിൽ പ്രവർത്തനത്തിന് പോയപ്പോൾ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അത് സഹോദരി പറഞ്ഞു, ഞാൻ ആ പരിപാടി നിർത്തി. ഒരു ഹൈന്ദവ സ്ത്രീയാണ്. ഞാൻ 10 വർഷം ശാന്തിക്കാരൻ്റെ അടുത്ത് പോയി നടത്തി. 11-ാം വർഷം ഞാൻ ചെന്ന് ചോദിച്ചു, എൻ്റെ അച്ഛൻ്റെ കാര്യം എന്തായി? നിങ്ങളൊരു തീരുമാനം പറയൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കഴിഞ്ഞ വർഷം 10-ാം വർഷം പറഞ്ഞത് ഇത് ചെയ്തതൊക്കെ ഫലിച്ചിട്ടുണ്ട്, ആ ശാന്തി കിട്ടി, ആൾക്ക് ശാന്തി, ആത്മാവിന് ശാന്തി കിട്ടിയെന്നാണ്. അപ്പോൾ അടുത്ത വർഷം ചെന്നപ്പോൾ പറഞ്ഞു, ശാന്തി കിട്ടിയിട്ടില്ല, വീണ്ടും എന്ത് ചെയ്യണം? നടത്തുന്നവർക്കും അറിഞ്ഞുകൂടാ, ഇവരെ നടത്തപ്പെടുന്നവർക്കും അറിഞ്ഞുകൂടാ, രണ്ടു കൂട്ടർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ എല്ലാ ആണ്ടിലും നടത്തണം. എല്ലാ വർഷവും മഹാപുരോഹിതൻ ചെല്ലുകയാണ്, എല്ലാ ദിവസവും ചെല്ലുകയാണ്. നിരന്തരമായി ഈ നമ്മൾ കാണുന്നുണ്ട് ആ താമ്രയാഗപീഠം. ആ യാഗപീഠത്തിൽ തീ എന്ത് ചെയ്യരുത്? കെട്ടുപോകരുത്. നിരന്തര ഹോമയാഗങ്ങൾ, നിരന്തര യാഗങ്ങൾ തന്നെ നമ്മൾ വായിക്കുന്നത്. നിരന്തരമായിട്ട് അവിടെ യാഗം. കാരണം മനുഷ്യൻ്റെ പാപത്തിന് അറുതിയില്ല. അവൻ പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടെ യാഗങ്ങൾ അർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് സ്തോത്രം, യേശുക്രിസ്തു ശ്രേഷ്ഠമായ ഒരു നിയമത്തിന്മേലാണ് ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ട് ഇത് നിരന്തരമായി ചെയ്യേണ്ട ആവശ്യം ഇല്ല. അതെന്താ? ഒരു അൺകണ്ടീഷണലായ അബ്സല്യൂട്ടായ ഒരു നിയമമാണ് അവിടുന്ന് നമ്മളോട് ചെയ്തത്. അതെന്താ? ദൈവം നമ്മോട് കൃപ കാണിച്ചു, എന്നേക്കുമായ കൃപ. ആ കൃപ എന്ന് പറയുന്നത് ദൈവം സമ്പൂർണമായൊരു യാഗം അർപ്പിച്ചിട്ട് ആ യാഗത്തിൽ വിശ്വസിക്കാനായിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നിനക്ക് വേണ്ടി നീ ഒന്നും ചെയ്യണ്ട, നീ വീണ്ടും അർപ്പിക്കണ്ട, നിനക്ക് വേണ്ടി വേറൊരു പുരോഹിതൻ അർപ്പിക്കണ്ട, ആരും ചെയ്യണ്ട. നീ ജീവിച്ചിരിക്കുമ്പോഴോ മരിച്ചതിന് ശേഷമോ ചെയ്യണ്ട. നിനക്ക് വേണ്ടി യേശുക്രിസ്തു സമ്പൂർണമായൊരു യാഗം ഒരിക്കൽ എന്നേക്കുമായി ശ്രേഷ്ഠമായ വിശുദ്ധ മന്ദിരത്തിൽ സമ്പൂർണമായിട്ട് അർപ്പിച്ചു കഴിഞ്ഞു. നീ അതിൽ വിശ്വസിച്ചാൽ മതി. നിൻ്റെ അയോഗ്യതകളെ മാറ്റി നിന്നെ യോഗ്യനാക്കി തീർക്കുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ആ കൃപയിൽ അധിഷ്ഠിതമായിട്ട് ദൈവം ഇത് ചെയ്യുന്നത്. അതുകൊണ്ടത് അൺകണ്ടീഷണലായിരിക്കുന്നത്. അതിന് വ്യവസ്ഥകളില്ല, ഒറ്റ വ്യവസ്ഥയുള്ളൂ. എന്താ അത്? വിശ്വസിക്കുക. ഒറ്റ വ്യവസ്ഥയുള്ളൂ, വിശ്വസിക്കുക. അത് ആ വിശ്വാസം സ്പെസിഫിക് ആയിരിക്കണം, കൃത്യമായിരിക്കണം. യേശുവിൻ അതാ ഇവരോട് പറയുന്നേ, എബ്രായ വിശ്വാസികളോട് പറയുന്നേ, നിങ്ങളെ ഭയപ്പെടണ്ട, അത് ആവർത്തിച്ച് ചെയ്യാൻ ആവശ്യമുള്ളതല്ല. ആ പുരോഹിതന്മാർ അന്യരക്തങ്ങളോടുകൂടിയാണ് വന്നത്. അവനോ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തം കൊണ്ടല്ല, സ്വന്തം രക്തത്താൽ. അവിടെ 13-ാം വാക്യം പറയുമ്പോൾ, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെ രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യാത്മാവിന് ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. അതായത് അവിടെ പറയുന്ന ആ പശുഭസ്മം എന്ന് പറയുന്നത് നമ്മൾ സംഖ്യാപുസ്തകം 19-ാം അധ്യായത്തിൽ കാണുന്ന ചുവന്ന ആ പശുക്കിടാവിൻ്റെ ഭസ്മമാണ്. ഒരു ചുവന്ന പശുക്കിടാവിനെ എടുത്ത് അതിനെ അറുത്ത് അതിൻ്റെ രക്തം
തളിച്ചതിന് ശേഷം അതിനെ മുഴുവനുമായിട്ട് എന്ത് ചെയ്യണം? ദഹിപ്പിക്കണം, ചുടണം. ദഹിപ്പിക്കല്ല, അതിനെ ചുടണം. അതിനെ ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ദേവദാരു, ഈസോപ്പ് ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ അതിലേക്ക് അതിനെ ചുടുന്ന തീയിലേക്ക് ഇടണം. അപ്പോൾ ഇതെല്ലാം ചേർന്ന് അതിനെ ചുട്ടിട്ട് ആ ചാരം എടുത്ത് സൂക്ഷിച്ചു വയ്ക്കണം. ആ ചാരം ശുദ്ധജലത്തിൽ കലർത്തി അശുദ്ധനായവൻ്റെ മേലെന്ത് ചെയ്യണം? തളിക്കണം. അങ്ങനെയാണ് ശുദ്ധീകരണം വരുത്തുന്നത്. ചുവന്ന പശുക്കിടാവിനെ ചുട്ടിട്ട് അതിൻ്റെ ആ ചാരത്തിൽ ഈ പറയുന്ന സാധനങ്ങളെല്ലാം ചേർത്ത് തളിച്ചാണ് ശുദ്ധീകരണം വരുത്തുന്നത്. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുക, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും എന്തു വരുത്തുന്നു? ജഡീക ശുദ്ധിയെ വരുത്തുന്നുള്ളൂ. നമുക്ക് ജനത്തോട്, മനുഷ്യരോട് പറയാനുള്ളത് അതാണ്. നിൻ്റെ മേൽ തളിക്കുന്ന ഏത് ഭസ്മമാകട്ടെ, ഏത് വെള്ളമാകട്ടെ, ഏത് പുകയാകട്ടെ, ഏത് ഗന്ധമാകട്ടെ, അതിനൊന്നും മനുഷ്യൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നതല്ല. അങ്ങനെ ശുദ്ധീകരിക്കാൻ കഴിയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, നിത്യാത്മാവിനാൽ. ദൈവത്തിൻ്റെ നിത്യമായ പദ്ധതിയിൽ, ദൈവത്തിൻ്റെ മനസ്സിൽ ദൈവം ഒളിപ്പിച്ചു വെച്ച പദ്ധതിയാകുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ അവൻ ചൊരിഞ്ഞ രക്തത്താൽ മാത്രമേ പാപമോചനമുള്ളൂ. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ, നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും എന്ന് പറഞ്ഞാൽ മനസാക്ഷിയിൽ എന്ത് കിട്ടി? 9-ാം വാക്യം പ്രകാരം മനസാക്ഷിയിൽ സമാധാനം. ഞായറാഴ്ച രാവിലെ വന്ന് ആരാധിക്കുമ്പോൾ ഉറപ്പില്ലേ? ആരാധന ദൈവം സ്വീകരിച്ചു എന്ന് ഉറപ്പുണ്ടോ ഇല്ലയോ? ഇല്ലേ? ഉണ്ട്. എന്താ കാരണം? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. യേശു എനിക്ക് വേണ്ടി മരിച്ചു, ഞാനും ദൈവവുമായിട്ട് അവിഛിന്നമായ ഒരു ബന്ധത്തിലേക്ക് കടന്നു വന്നു. റോമാലേഖനം 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവവുമായിട്ട് ബന്ധം. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. നീതീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താ? കോടതി വിധി. ഹി ഈസ് ജസ്റ്റിഫൈഡ്, ഹി ഈസ് നോട്ട് കൺവിക്റ്റഡ്. അവൻ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല, അവൻ കുറ്റക്കാരനല്ല. അതാണ് ജസ്റ്റിഫിക്കേഷൻ. ഒരു കുറ്റവും ജോൺ ചാരോൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ആര് പറയുന്നു? ദൈവം, സ്വർഗത്തിലെ ദൈവം പറയുന്നു. ദൈവം നീതീകരിച്ചവരെ ആർ കുറ്റം ചുമത്തും? ദൈവം പറയുന്നു ഒരു കുറ്റവും ചെയ്ത്. എന്താ കാരണം? അത് കുറ്റം ചെയ്തിട്ടുണ്ടല്ലോ. ഈ കുറ്റം മുഴുവനും എന്ത് ചെയ്തു? അതിനാ ഈ യാഗം. ആ രക്തത്തിൽ ആ കുറ്റം മുഴുവനും ചുമത്തി തൻ്റെ പുത്രൻ്റെ മേൽ ദൈവം അവനെ അടിച്ചും തെണ്ണിപ്പിച്ചും ഇരിക്കുമെന്ന് വിചാരിച്ചു. യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. അപ്പം നമ്മുടെ അകൃത്യം കർത്താവിൻ്റെ മേൽ ചുമത്തി. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പം നമ്മൾ ആരല്ല? പാപിയല്ല. ദൈവം അങ്ങനെ പറയുന്നേ, നമ്മൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന്. അതിന് ദൈവം ഒറ്റ കാര്യം പറയുന്നുള്ളൂ, എന്ത് ചെയ്യുക? വിശ്വസിക്കുക. അവിടെ 3-ാം അധ്യായത്തിൽ പറയുന്നു, റോമാലേഖനം, അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്ര നീതീകരിക്കപ്പെടുന്നത്. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രാശ്ചിത്തമാകുവാൻ ദൈവം അവനെ നമുക്ക് വേണ്ടി പരസ്യമായി നിർത്തിയിരിക്കുന്നു. പ്രാശ്ചിത്തം പകരമായിട്ട്, പ്രതിപകരമായിട്ട് നമ്മുടെ കുറ്റങ്ങൾ അവൻ ഏറ്റെടുത്ത് നമുക്ക് പ്രതിപകരമായിട്ട് മരിച്ചു. നമുക്ക് സമാധാനം. സ്തോത്രം. നമുക്ക് സമാധാനം. നമുക്ക് സമാധാനം. നമ്മൾ ആ 4-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു നമുക്ക് സ്വസ്ഥത. നമ്മളൊന്നും ചെയ്യുന്നില്ല. സ്വർഗത്തിൽ പോകാൻ വല്ലതും ചെയ്യുന്നുണ്ടോ? ഒന്നും ചെയ്യുന്നില്ല, ചെയ്യില്ല. ചെയ്താലേ കുഴപ്പം. ചെയ്യുന്നവരെ ദൈവം ചെയ്യുന്നില്ല. സ്വർഗത്തിൽ പോകാൻ
സ്നാനമേൽക്കുന്നവരെയും സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഞായറാഴ്ച രാവിലെ ഓടി വന്ന് കർത്തൃമേശ എടുക്കുന്നവരെയും സ്വർഗത്തിൽ പോകാൻ വേണ്ടി വിശുദ്ധ ജീവിതം നയിക്കുന്നവരെയും സ്വർഗത്തിൽ പോകാൻ വേണ്ടി സ്തോത്രകാഴ്ച ഇടുകയോ ദാനധർമ്മങ്ങൾ ചെയ്യുകയോ സ്വർഗത്തിൽ പോകാൻ വേണ്ടി സുവിശേഷ പ്രവർത്തനം അവരെ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് കയറ്റുകയില്ല. ഒറ്റ വഴിയുള്ളൂ, ഒറ്റ കാര്യം. എന്താ അത്? ഈ ഏകയാഗം, ഈ സമ്പൂർണ്ണയാഗം, ആ വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന യാഗം. അത് നമ്മൾ 6-ാം അധ്യായത്തിൽ കണ്ടതാണ്. അവിടേക്ക് യേശു മൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം നമുക്ക് വേണ്ടി മുമ്പ് കൂട്ടി പ്രവേശിച്ചിരിക്കുകയാണ്. അത് വിശ്വസിച്ച് അംഗീകരിക്കുമ്പോൾ മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം. എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. നമ്മൾ വന്ന് പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു? കർത്താവ് സ്വീകരിക്കുക. നമ്മളെവിടേക്കാണ് വന്നിരിക്കുന്നത്? നമ്മളെ എവിടേക്കാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്? ഈ പഴയ നിയമത്തിലെ ലൗകികമായ മന്ദിരപ്രകാരം നമ്മളെവിടെയാണ് കൊണ്ടെത്തിച്ചിരിക്കുന്നത്? നമ്മളെവിടെയാണ് നിൽക്കുന്നത്? പ്രാകാരത്തിലായിരുന്നു. ഇപ്പം എവിടെ എത്തിച്ചു? അതിവിശുദ്ധ സ്ഥലത്ത്, മോസ്റ്റ് ഹോളി പ്ലേസ്. ആ അതിവിശുദ്ധ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുക. സ്തോത്രം. നമ്മൾ പലപ്പോഴും അതൊന്നും ഓർക്കുന്നില്ല. നമ്മളതൊക്കെ മറന്നു പോവുകയാണ്. ദൈവം നമ്മളെ എവിടെയാണ് നിർത്തിയിരിക്കുന്നത്, എവിടെയാണ് കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്? നമ്മൾ എഫെസ്യൻസ് പറയുമ്പോൾ സ്വർഗത്തിലിരുത്തിയിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നമ്മളിപ്പോൾ. നമ്മൾ ജോലിക്ക് പോകുമ്പോൾ, നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ, നമ്മൾ കരയ്ക്കരിയുമ്പോൾ, നമ്മൾ യോഗത്തിന് വരുമ്പോൾ, എല്ലാ സമയത്തും നമ്മളെവിടെയാണ്? നമ്മൾ പൊസിഷണലി ദൈവസന്നിധിയിലാണ്. ഇനി പ്രത്യേകിച്ച് സഭ കൂടുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ സാന്നിധ്യം ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. ഇസ്രായേൽ മക്കൾക്ക് ഒരുമിച്ച് സഭയായി കൂടാനുള്ള സ്ഥലമായിരുന്നു ഏത്? സമാഗമന. അതാണല്ലോ പേര് സമാഗമന കൂടാരം. എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അവിടെ ആ സമാഗമന കൂടാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ് അതിവിശുദ്ധ സ്ഥലം. അവിടെ നിയമപ്പെട്ടകമുണ്ട്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ആ നിയമപ്പെട്ടകത്തിൽ മൂന്ന് സാധനങ്ങളുണ്ടെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 3 വസ്തുക്കളുണ്ട്. എന്താ? എന്തൊക്കെയാ? മന്നയിട്ട് വെച്ച പൊൻപാത്രം, പിന്നെ കൽപ്പലകൾ, നിയമത്തിൻ്റെ കൽപ്പലകൾ, പിന്നെ അഹരോൻ്റെ തളിർത്ത വടി. അപ്പം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഈ അണ്ടകടാകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച നമ്മുടെ ശരീരത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചോ? ശരീരത്തെക്കുറിച്ച് നമുക്ക് വല്ലതും അറിയാമോ? ഈ ശരീരത്തെക്കുറിച്ച് എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിച്ച് നമ്മുടെ ശരീരത്തിലേക്ക് അത് എത്തുന്ന ആ കാര്യത്തെക്കുറിച്ച് വല്ലതും അറിയും? അപ്പോൾ പറയും അത് ഇവരൊക്കെ ഡോക്ടേഴ്സ് അവരൊക്കെ പഠിച്ചിരിക്കും, ഞങ്ങൾ പഠിച്ചിട്ടില്ല. ഒന്നും അറിഞ്ഞുകൂടാ. നമ്മളൊന്നും പഠിച്ചിട്ടില്ല ശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവനും സൃഷ്ടിച്ച ദൈവം, അതിപരിശുദ്ധനായ ദൈവം, ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആരെ കൊണ്ടുപോകും? നമ്മളൊന്നും ചെയ്യാതെ. അതാണ് അതിൻ്റെ കാര്യം. ഒന്നും ചെയ്യാതെ. പക്ഷെ നമ്മൾ ഓർക്കണം, ആ ദൈവസന്നിധി വളരെ വിലപ്പെട്ടതാണ്. ആ ദൈവസന്നിധിയിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കുമ്പോൾ, സഭ ഒരുമിച്ച് കൂടുന്ന ദൈവസന്നിധിയിൽ നമ്മൾ വരുമ്പോൾ ഒക്കെ വളരെ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. അഹരോനോട് പറഞ്ഞതാ. അഹരോൻ്റെ മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ആ നിയമം കൊടുത്തത്. ഇനി ആരും ഇതുപോലെ മരിക്കാതിരിക്കേണ്ടതിന് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ അതിപരിശുദ്ധ സ്ഥലത്ത് ഇനി പോകാൻ പാടുള്ളൂ മഹാപുരോഹിതൻ. അത് സ്വന്തം പാപങ്ങളുടെ പരിഹാരത്തിനുള്ള രക്തവുമായിട്ട് കൂടെ എന്ത് ചെയ്യണം? പോകുന്നത്. കൃപാസനത്തിലേക്ക് നമ്മളെ അടുപ്പിച്ചു. ആ കൃപാസനത്തിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ഓർക്കണം. എന്താ ഓർക്കണം? ഈ കൃപാസനം ഇരിക്കുന്നത് എന്തിൻ്റെ മേളിലാണ്? കൃപാസനം ഇരിക്കുന്നത്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞാൽ നമ്മൾ മറന്നു പോവും. ആകെപ്പാടെ മറക്കാൻ പറ്റുന്ന ഒരു കാര്യം ഇത് ഉള്ളൂ. കൃപാസനം എന്തിൻ്റെ മേളിലായിരിക്കുന്നത്? നിയമപ്പെട്ടകം. അപ്പം കൃപാസനത്തിലേക്ക് ദൈവസന്നിധിയിലേക്ക് വരുന്ന ഒരാൾ ഓർക്കണം, ഇതിൻ്റെ അടിയിൽ ചില വസ്തുതകളുണ്ട്, നിയമമുണ്ട്.
ദൈവം വ്യവസ്ഥയുള്ളവനാണ്, ദൈവം ക്രമമുള്ളവനാണ്, ദൈവം നിയമം ഒരു പ്രമാണത്തിലാണിത്. ദൈവത്തിൻ്റെ സൃഷ്ടിയിലേക്ക് നോക്കി, നമ്മുടെ ശരീരത്തിലേക്ക് നോക്കി, എന്തിനാ മുഴുവൻ സൃഷ്ടി എടുക്കുന്നത്? ഇതിൻ്റെ താളം തെറ്റി എന്തായിരിക്കും സ്ഥിതി? ഈ പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റി എന്തായിരിക്കും സ്ഥിതി? അപ്പോൾ ദൈവം ക്രമമുള്ളവനാണ്, ഒരു പ്രമാണമുള്ളവനാണ്. ദൈവം പ്രമാണമുള്ളവനാണെന്ന് ഓർത്തിട്ട് വേണം കൃപാസനത്തിലേക്ക് വരാൻ. എല്ലാം ക്രമം കെട്ട് ജീവിച്ചിട്ട് തോന്നുമ്പോൾ വരാനുള്ള സ്ഥലമല്ല ഇത് കൃപാസനം. വരാം, എങ്ങനെ വരണം? ഏത് പാപിക്കും അടുത്ത് വരാം. പക്ഷെ വരുമ്പോൾ എങ്ങനെ വരണം? കൃപ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ കൃപയാലാണല്ലോ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ കൃപ നമ്മളിൽ വർക്കൗട്ട് ആയത് എപ്പോഴാണ്? എങ്ങനെയാണ്? വിശ്വസിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? മാനസാന്തരം. ഈ കൃപ കിട്ടാനുള്ള ആദ്യത്തെ പടിയാണെന്ത്? ഈ വിശ്വസിച്ചെന്താ? ഞാൻ തെറ്റുകാരനാണ്, ഞാൻ പാപിയാണ്, ഞാൻ നഷ്ടപ്പെട്ടവനാണ്, എനിക്ക് വേണ്ടിയാണ് കർത്താവ് മരിച്ചതെന്നാണല്ലോ. അപ്പം നമ്മൾ ഒരു കാര്യം സമ്മതിച്ചല്ലോ. എന്ത്? ഞാൻ പാപിയാണ്, ഞാൻ തെറ്റുകാരനാണ്. അത് സമ്മതിക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? കൃപ കിട്ടുന്നത്. കൃപാസനത്തിലേക്ക് അടുത്തു വരുന്നത് ഈ ഒരു മനോഭാവത്തോടു കൂടി ആയിരിക്കണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വാക്യമുണ്ട്. 3-ാം അധ്യായത്തിന് 3-ാം വാക്യം. നീ നിൻ്റെ കുറ്റം, ആർക്കെങ്കിലും പറയാമോ? നീ നിൻ്റെ കുറ്റം സമ്മതിക്കുക മാത്രം. ദൈവം വേറെ ഒന്നും ആവശ്യപ്പെടുന്നില്ല. നീ നിൻ്റെ കുറ്റം സമ്മതിക്കുക മാത്രം ചെയ്യും. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നാം കടന്നു വരുമ്പോൾ വളരെയധികം സൂക്ഷ്മതയോടുകൂടെ കടന്നു വരേണ്ടത് ആവശ്യമാണ്. പ്രത്യേകാൽ സഭ കൂടുമ്പോഴെല്ലാം അത് വളരെ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ദൈവം അതിനായിട്ട് നമ്മളെ സഹായിക്കുമാറാകട്ടെ. കൃപ തങ്ങളുടെ തെറ്റുകളെ സമ്മതിക്കുകയും നമ്മൾ 10-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ ശുദ്ധഹൃദയത്തോടുകൂടെ തളിക്കപ്പെട്ടവരായി തീരുവാനായിട്ട്, ശരീരം ശുദ്ധവെള്ളത്താൽ കഴുകപ്പെട്ടവരായി തീരുവാനായിട്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്തു വരുന്നവർക്കാണ് കൃപ ലഭിക്കുന്നത്. നമ്മളത് ഓർക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കർത്താവ് ശ്രേഷ്ഠനാണ്, നാം അതുകൊണ്ട് ശ്രേഷ്ഠരാണ്. നമ്മളതാണല്ലോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു അതിശ്രേഷ്ഠനാണ്. കർത്താവ് ശ്രേഷ്ഠനായതുകൊണ്ട് നമ്മളാരാ? അല്ലേ? നമ്മളത് വായിക്കുന്നുണ്ടല്ലോ. ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ദൈവത്തിന് ആത്മീയയാഗം അർപ്പിപ്പാൻ തക്കവണ്ണം, യേശുക്രിസ്തു മുഖാന്തരം ആത്മീയയാഗം അർപ്പിപ്പാൻ തക്കവണ്ണം വിശുദ്ധ പുരോഹിതവർഗമായി പണിയപ്പെടുന്നു. ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ലിടുന്നു, അവനിൽ വിശ്വസിക്കുന്നവനാരും ലജ്ജിച്ചു പോകുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക്, 1 പത്രോസിൻ്റെ 2-ാം അധ്യായം 4 മുതലുള്ള വാക്യം ഞാൻ പറഞ്ഞേ, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. ഏത് മാന്യത? ഇതാ ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു കല്ല് സിയോനിൽ ഇടുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മാന്യതയും ശ്രേഷ്ഠതയും നമ്മുടേത്, അല്ലാതെ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെയോ ജോലിയുടെയോ പണത്തിൻ്റെയോ അല്ല. ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ ഒരു ദൈവവൈതൽ എല്ലായ്പ്പോഴും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ചിന്തിക്കുന്ന കാര്യം എന്താണെന്നറിയാമോ? എന്താ? നമ്മൾ മാച്ച് കളിച്ച് ജയിച്ച് ട്രോഫി ഉയർത്തുമ്പോഴാണോ നമ്മുടെ മാന്യത കൂടുന്നത്? അല്ല. നമ്മുടെ മാന്യത എന്ന് പറയുന്നത് എൻ്റെ കർത്താവിൻ്റെ മാന്യതയാണ്, ശ്രേഷ്ഠതയാണ് എൻ്റെ ശ്രേഷ്ഠത. അപ്പോൾ അത് ഓർത്തിട്ട് വേണം വരാൻ. ആ മാന്യത നമ്മളെല്ലായിടത്തും ഞാൻ എത്ര മാന്യനാണെന്ന് എനിക്ക് തോന്നുന്നതനുസരിച്ചാണ് ഞാൻ മാന്യമായി എന്ത് ചെയ്യുന്നത്? പെരുമാറുന്നത്, അല്ലേ? ഒരു മദ്യപാനി അവനെന്താ അർദ്ധനഗ്നനായ അല്ലെങ്കിൽ ചിലപ്പോൾ വിവസ്ത്രനായൊക്കെ ചാലിലൊക്കെ കിടക്കുന്നതുകൊണ്ട് അവനത്രേ മാന്യത നൽകിയിട്ടുള്ളൂ. നമ്മളിത് പഠിച്ചു വരെ എബ്രാലേനം. കർത്താവ് എത്ര വലിയവനാണ്, ആ കർത്താവ് നമ്മളെ എത്ര വലിയവരാക്കി. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ആ മാന്യത നമ്മളെപ്പോഴും നമ്മളെ കർത്താവ് എവിടെ ആക്കിയിരിക്കുന്നു. റോമാലേഖനത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നുണ്ട് 5:2 നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം, കൃപയിലേക്ക്, ദൈവത്തിൻ്റെ കൃപയിലേക്ക്, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് യേശുക്രിസ്തു മുഖാന്തരം പ്രവേശനം ലഭിച്ചെങ്കിൽ മാന്യമായ എല്ലായിടത്തും പെരുമാറാം. പ്രത്യേകിച്ച് ദൈവസഭ കൂടുമ്പോൾ എന്തും പറയാം, പ്രവർത്തിക്കാം,
ദൈവസഭയുടെ സമാധാനം കെടുത്തുവാനായി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടാമെന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അത് വൃഥാവാണ്. അത് നമ്മൾ കാണുന്നുണ്ട്. ആ അന്യാഗ്നിയുമായി വന്ന അവരെന്ത് ചെയ്യേണ്ടതെന്ന് അവരെ എടുത്തുകൊണ്ട് പോകേണ്ടതായിട്ട് വന്നു. അത് വളരെ സൂക്ഷിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷേ അഭിപ്രായ ഭിന്നതകളോ മറ്റുള്ളവർ ചെയ്യുന്നതിനെ സംബന്ധിച്ചുള്ള വിയോജിപ്പുകളൊക്കെ ഉണ്ടാകാം. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സ്പീച്ച് ഇങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം നമ്മുടെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചീഫ് സെക്രട്ടറി ആയിരുന്നു എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, അദ്ദേഹം ഇങ്ങനെ ഈ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. ഈ ചാനൽ ചർച്ചകളിലൊക്കെ ആളുകൾ ഇങ്ങനെ ബഹളം വയ്ക്കുകയും ഒച്ച വയ്ക്കുകയും പരസ്പരം ഇങ്ങനെ പഴിചാരുമൊക്കെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് വിയോജിപ്പുകൾ ഉണ്ടാകുന്നത് സാധാരണമാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡിഫർ വിത്ത് ഡിഗ്നിറ്റി. മാന്യമായി വിയോജിക്കുക. നമ്മുടെ കർത്താവ് മാന്യനാണ്, ശ്രേഷ്ഠനാണ്. ആ ശ്രേഷ്ഠതയും മാന്യതയുമാണ് നമ്മുടേതെങ്കിൽ നമുക്കെന്ത് ചെയ്യാം? മാന്യമായി വിയോജിക്കുക. അതുകൊണ്ട് നമ്മെ കൃപയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്, കൃപാസനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മെ ശുദ്ധീകരിച്ചു, ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്തു. നമ്മളൊന്നും ചെയ്യാതെ, ഇനി ചെയ്യാൻ ആവശ്യമില്ലാതെ നമ്മെ ആ പദവിയിലേക്ക് കൊണ്ടുവന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. 15-ാം വാക്യം. മതി. നിയമമുള്ളയിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. അത് POC ബൈബിളിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവർ അതിനെക്കുറിച്ച് അതുകൊണ്ട് മരണശേഷം മാത്രമാണ് അതിന് സാധുത ഉള്ളത് എന്നാണ്. മരണപത്രത്തിൻ്റെ കാര്യത്തിൽ 16-ാം വാക്യം ഇങ്ങനെയാണ്. മരണപത്രത്തിൻ്റെ കാര്യത്തിൽ അത് എഴുതിയവൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. നിയമമുള്ളയിടത്ത് നിയമകർത്താവിൻ്റെ മരണം തെളിവാൻ ആവശ്യം. മരണപത്രത്തിൻ്റെ കാര്യത്തിൽ അത് എഴുതിയവൻ്റെ മരണം സ്ഥിരീകരിക്കപ്പെടണം. മരണപത്രം സാധൂകരിക്കപ്പെടുന്നത് മരണശേഷം മാത്രമാണ്. അത് ഉണ്ടാക്കിയവൻ ജീവിച്ചിരിക്കെ അതിനൊരു സാധുതയും ഇല്ല. അപ്പോൾ ഇവിടെ കഴിഞ്ഞ ദിവസം അത് പറയുകയുണ്ടായി. ഇവിടെ ഒരു നിയമം, അതായത് പഴയ നിയമം സ്ഥാപിച്ചത് എങ്ങനെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. 18-19 വാക്യങ്ങളിൽ. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശെ ന്യായപ്രമാണപ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാങ്ങളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ചു. ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിൻ്റെ രക്തം എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ സ്ഥാപിക്കപ്പെട്ടതാണ് എന്ത്? പുതിയ നിയമം അതുപോലെ സ്ഥാപിക്കപ്പെട്ടതാണ്. അതെങ്ങനെയാണ് സ്ഥാപിച്ചത്? അത് ആ നിയമം സ്ഥാപിക്കപ്പെടണമെങ്കിൽ ആ നിയമകർത്താവിൻ്റെ മരണം ആവശ്യമാണ്, അല്ലേ? രണ്ട് കാര്യങ്ങൾ അതിനാവശ്യമുണ്ട്. ഒന്ന്, രക്തം എന്ത് ചെയ്യണം? ചൊരിയണം. മരണവും രക്തവും
നിയമത്തിൻ്റെ ഉറപ്പിന് ആവശ്യമാണ്. ഒന്നാമത്തെ നിയമം സ്ഥാപിച്ചപ്പോൾ ഈ നിയമം എല്ലാം വായിച്ച് കേൾപ്പിച്ചതിന് ശേഷം ആടിനെ അറുത്ത്, അപ്പോൾ അവിടെ ഒരു മരണം നടന്നു. ആടിനെ അറുത്തപ്പോൾ ഒരു മരണം നടന്നു. രണ്ടാമത് അതിൻ്റെ രക്തമെടുത്ത് ഈ പുസ്തകത്തിന്മേലും ജനത്തിന്മേലും തളിച്ചാണ് അവിടെ ഒരു ഉടമ്പടി സ്ഥാപിക്കുന്നത്, ഒരു ഉടമ്പടി, ഒരു കരാറുണ്ടാക്കുന്നത്. അപ്പോൾ യേശു കർത്താവും ഒരു നിയമം സ്ഥാപിച്ചു. കർത്താവ് മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞു, എന്താ പറഞ്ഞേ? ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമം ആകുന്നു. അന്ത്യ അത്താഴത്തിൽ കർത്തൃമേശയുടെ ആ നിയമം കർത്താവ് ഏൽപ്പിക്കുമ്പോൾ കർത്താവ് പറഞ്ഞാണ്, അവണ്ണം തന്നെ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴേക്കും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. ആ പുതിയ നിയമം സ്ഥാപിക്കുകയാണ്. അപ്പോൾ ആ നിയമം സ്ഥാപിച്ചു. പക്ഷേ അന്ന് കർത്താവ് ഇത് പറയുമ്പോൾ എന്ത് ചെയ്തിട്ടില്ല? മരിച്ചിട്ടില്ല. എൻ്റെ രക്തം കൊണ്ടുള്ള പുതിയ നിയമം. ആ രക്തം കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞു, അവൻ മരിച്ചു. അവൻ്റെ മരണത്താലും അവൻ്റെ രക്തത്താലും പുതിയ നിയമം എന്ത് ചെയ്തു? സ്ഥാപിച്ചു. അപ്പോൾ മരണത്താൽ ആ നിയമത്തിന് എന്ത് വന്നു? സാധുത വന്നു, ഉറപ്പ് വന്നു. മരണപത്രം എഴുതി വെച്ചാൽ ആ മരണപത്രത്തിന് സാധുത എപ്പോഴാണ് കിട്ടുള്ളൂ? ആൾ മരിക്കണം. ഇവിടെ ഈ മരണത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ നേരത്തെ വായിച്ച വാക്യത്തിലുണ്ട്. നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ അർപ്പിച്ച, ആരും കൊന്നതല്ല. ഒരു മലയുടെ മേളിൽ സുശേഷം പറയാനായിട്ട് പോയി. അപ്പോൾ സുകുമാരൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ, നിങ്ങളെന്തിനാ വന്നേ? അല്ല, നമ്മൾ പാപികളാണ്, അപ്പോൾ അങ്ങനെ മരിച്ചാൽ നരകത്തിൽ പോകും, യേശു രക്ഷിക്കും. ആളുകളെല്ലാം കൂടി തല്ലിക്കൊന്ന ആൾ എന്നെ രക്ഷിക്കുമെന്ന് പറയാനാണോ നിങ്ങൾ വന്നേ? കൊന്നതല്ല. തന്നെത്താൻ യോഹന്നാൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന യാഗപശുവിനെ എന്ത് ചെയ്യാനാ പറഞ്ഞേ? യാഗപീഠത്തോളം കയറുകൊണ്ട് അതിനെ കെട്ടണം, അല്ലെങ്കിൽ അത് ഓടിപ്പോവും. അതിനെ കൊണ്ടുവരുന്ന അതൊന്ന് നിങ്ങളെ പിക്ചറൊന്ന് ചിന്തിച്ചു നോക്കി. എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? ആ പശു വരുവാണോ? കാള വരുവാണോ? ഞാൻ യജമാനു വേണ്ടി ഞാൻ മരിക്കാം, എന്നെ അറുത്തോളൂ. അല്ല, അങ്ങനെ ഒരു പശുവും വരുന്നില്ല. അവിടെ കരച്ചിലാണ്. അതിനെ കയറിൽ വലിച്ചാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് അതിനെ കൊണ്ട് കെട്ടിയിടേണ്ടി വരുന്നത്. എന്നാൽ ഇതാ ഒരുവൻ വന്നിരിക്കുകയാണ്. ഒരു ദൈവം മുന്നമേ സ്ഥാപിച്ച ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആ നിയമം, ആ ഉടമ്പടി മനുഷ്യരോട് നിവർത്തിക്കാൻ വേണ്ടി ദൈവപുത്രനായ യേശു സ്വമേധയായി തന്നെത്താൻ അർപ്പിക്കുകയാണ്. മരിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം തന്നെത്താൻ ആ രക്തം അർപ്പിച്ചുകൊണ്ട് അവൻ ആ നിയമം സ്ഥാപിച്ചു. ഇനി അത് എപ്പോഴാണ്? അത് ഏതെല്ലാം സമയങ്ങളിലാണ്? 20 മുതലുള്ള വാക്യങ്ങളിൽ 21 മുതൽ. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലെല്ലാം തളിച്ചു. ന്യായപ്രമാണപ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ലേവ്യപുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം ഒന്ന് പെട്ടെന്നൊന്ന് വായിക്കാം. ലേവ്യപുസ്തകം 17-ാം അധ്യായം 11-ാം വാക്യം. രക്തമല്ലോ ജീവന്, ജീവൻ മൂലമായി പ്രായശ്ചിത്തമായിരിക്കുന്നത്. മാംസത്തിൻ്റെ ജീവൻ അടങ്ങിയിരിക്കുന്നത് എന്തിലാണ്? രക്തത്തിലാണ്. നമ്മൾ പാപം ചെയ്ത് ദൈവത്തോട് അകന്നുപോയി ദൈവസന്നിധിയിൽ കുറ്റക്കാരായി തീർന്നപ്പോൾ പ്രായശ്ചിത്തമായി അർപ്പിക്കേണ്ടുന്നത് രക്തമാണ്. പക്ഷേ രക്തം തന്നെ എടുത്ത് അർപ്പിക്കാനായിട്ട് കഴിയില്ല. അവിടെ എന്താവശ്യമായി വരുന്നു? മരണം ആവശ്യമായി വരുന്നു. അവിടെ ആ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ മരണത്താൽ ആ വിശുദ്ധമായ രക്തം, അവിടെ നമ്മൾ വായിച്ച 9-ാം അധ്യായത്തിൻ്റെ അവിടെ 14-ാം വാക്യത്തിൽ ആ വാക്ക് ഉണ്ട്. എങ്കിൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ
നിഷ്കളങ്കനായി അർപ്പിച്ച ശുദ്ധിയുള്ള രക്തം. ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിന് അതില്ല. യേശു കർത്താവ് നിഷ്കളങ്കനായി, ഊനമില്ലാത്തവനായി, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു യാഗം അർപ്പിച്ചു. ഓ ദൈവത്തിന് സ്തോത്രം. ആ ശുദ്ധീകരണം രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. യേശു കർത്താവ് രക്തം ചൊരിഞ്ഞ് സ്വർഗീയമായവയുടെ പ്രതിബിംബങ്ങൾക്ക്, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും കൊണ്ടായിരുന്നെങ്കിൽ സ്വർഗീയമായവയ്ക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായതിനാൽ ശുദ്ധീകരണം വരുത്തിയിരിക്കുകയാണ്. 24 മുതലുള്ള വാക്യങ്ങൾ. ക്രിസ്തു വാസ്തവമായതിൻ്റെ പ്രതിബിംബമായി കൈപ്പണിയായി വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെ ആയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടമനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ യഹൂദ വിശ്വാസികളുടെ സംശയം മാറ്റിക്കൊടുക്കുകയാണ്. അന്ന് മഹാപുരോഹിതൻ ആണ്ടുതോറും അർപ്പിക്കുന്നത് പോലെ കർത്താവ് തന്നെത്താൻ അങ്ങനെ അർപ്പിക്കാൻ ആവശ്യം ഇല്ല. 25-ാം വാക്യം, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെ ആയാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. കർത്താവ് അങ്ങനെ അനുഭവിക്കാനായിട്ട് ആവശ്യം ഇല്ല. അവനത് ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ലോകാവസാനത്തിങ്കൽ എന്ന് പറഞ്ഞാൽ ആ യുഗാവസാനത്തിൽ, ദൈവത്തിൻ്റെ പദ്ധതിയുടെ അവസാനത്തിങ്കൽ കർത്താവ് അത് ചെയ്തു. ഇത് പറഞ്ഞ് ഇതിൻ്റെ ഈ കോണ്ടക്സ്റ്റിലാണ് 27-ാം വാക്യം. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമക്കാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു. അപ്പോൾ ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും ഉള്ളതുപോലെ ഒരിക്കൽ ആയിട്ട് യേശു കർത്താവ് മനുഷ്യരുടെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പ്രത്യക്ഷനായി അത് നിവർത്തിച്ചു. ഒരിക്കൽ പ്രത്യക്ഷനായി എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഒരിക്കൽ മരിക്കും, പിന്നെ ന്യായവിധിയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ് അപ്പോസ്തലപ്രവൃത്തി 17:30 വാക്യം. താൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ദൈവം ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചല്ല, നമുക്കതിൻ്റെ ഉറപ്പ് നൽകിയിരിക്കുന്നു. ന്യായവിധി ഉണ്ടെന്നുള്ളതിന് ഉറപ്പാണെന്ത്? ദൈവത്തിൻ്റെ ക്രൂശ് മരണവും ഉയർത്തെഴുന്നേൽപ്പും. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി. ഒത്തിരി ആളുകൾ ചിന്തിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാം, കുഴപ്പമൊന്നുമില്ല. അല്ല, ഒരു ന്യായവിധി ഉണ്ട്. എന്നാൽ ആ ന്യായവിധിയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ഒരിക്കലായി അവൻ എന്ത് ചെയ്തു? പ്രത്യക്ഷനായി. ഒരിക്കലായി മനുഷ്യരുടെ പാപങ്ങളെ ചുമക്കുവാൻ, അനേകരുടെ പാപങ്ങളെ ചുമക്കുവാൻ ഒരിക്കലായി അർപ്പിക്കപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ഇനി വരും. ഇനി ഒരിക്കൽ കൂടെ എന്ത് ചെയ്യും? വരും, പ്രത്യക്ഷനാകും. അതെന്തിനാ? തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. പാപം കൂടാതെ എന്ന് പറഞ്ഞാൽ ഇനി വരുന്നത് ഇങ്ങനെ യാഗമായി തീരാൻ അല്ല, പാപപരിഹാരത്തിന് വേണ്ടിയിട്ടല്ല. പിന്നെ എന്തിനാ? തനിക്കായി ഈ ഏകയാഗബലിയിൽ, ഈ പരമയാഗത്തിൽ, ഈ ഒരിക്കൽ എന്നേക്കുമായിട്ട് സാധിപ്പിച്ച വീണ്ടെടുപ്പിൽ വിശ്വാസവും ആശ്രയവും വെച്ച് വിശ്വസിച്ച് നീതീകരണം പ്രാപിച്ച ദൈവമക്കളെ അല്ല, അവൻ്റെ വരവിനായി കാത്തിരിക്കുന്ന, നമ്മൾ പാടിയതുപോലെ ലോകം മോഹങ്ങളും മേളങ്ങളും ഇതിലെ സുഖസൗകര്യങ്ങളും ഇതിൻ്റേതായ ബഹളങ്ങൾ, അങ്ങനെയാണല്ലോ നമ്മൾ പാടിയത്. ഉലകവും അതിനുടെ ബഹളങ്ങളിലുമൊക്കെ രമിച്ച് ജീവിക്കുന്നവരല്ല, അതിനപ്പുറമായി ഒരു നിത്യമായ ഒരു വാസസ്ഥാനം എനിക്ക് കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. എൻ്റെ ആത്മാവിന് നിത്യമായൊരു ആശ്വാസം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. കർത്താവാണ് എനിക്ക് ഏറ്റവും വലിയവനെന്ന് കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി, അവരുടെ ശരീരത്തിൻ്റെയും കൂടെ വീണ്ടെടുപ്പിനായിട്ട് അവൻ വരും. യഹൂദ വിശ്വാസികളോട് പറയുകയാണ്, അതുകൊണ്ട് ആവർത്തിച്ച് ചെയ്യുവാനായിട്ട്
ആവശ്യമില്ല. നമ്മുടെ കർത്താവ് അത് നമുക്ക് ഒരിക്കൽ എന്നേക്കുമായി വേണ്ടി നമുക്കത് ചെയ്ത് തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും രക്ഷയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കണം. ദൈവം നൽകിയിരിക്കുന്ന നീതീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മുന്നോട്ട് ജീവിക്കാം. എൻ്റെ കർത്താവ് ആരാണ്? എൻ്റെ കർത്താവ് എത്ര വലിയവനാണ്, അവൻ എന്നെ എത്ര ശ്രേഷ്ഠമായ പദവിയിലേക്ക്, സ്ഥാനത്തേക്ക് എന്നെ കൊണ്ടുവന്നു. ഈ ഓർമ്മയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് നയിപ്പാനായിട്ട് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.